ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മെയ് മാസത്തെ പ്ലാനറാണ് വരയ്ക്കുന്നത്. മെയ് മാസത്തെ പ്ലാനർ വരയ്ക്കുന്നത് ഈസ തന്നെയാണ്. കഴിഞ്ഞ മാസത്തെ പ്ലാനർ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കുറേ പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോണറ്റ് ആയിരുന്നു നമ്മൾ അന്ന് എടുത്ത തീം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ട്രാവലാണ്, യാത്രകൾ. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പ്ലാനർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യത്തെ 2 പേജ് എന്ന് പറയുന്നത് മെയ് മാസം നമ്മൾ മെയ് എന്ന് എഴുതിയിട്ട് അതിന് ചുറ്റും കുറച്ച് പിക്ചേഴ്സ് ട്രാവലുമായി ബന്ധപ്പെട്ട് നമ്മൾ വരയ്ക്കും. തൊട്ടപ്പുറത്ത് കോട്ട്സ് എന്ന് എഴുതിയിട്ടുള്ള പേജ്, കോട്ട്സാണ് നമ്മൾ എഴുതുക, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വാചകം. അപ്പോൾ നമ്മൾ എഴുതുന്ന വാചകം എന്ന് പറയുന്നത് നെവർ ലൂസ് സെൻസ് ഓഫ് വണ്ടർ. അതായത് വണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ആലോചിക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ കാണാത്തൊരു കാര്യമായിരിക്കും, കാണാത്തൊരു സ്ഥലമായിരിക്കും, അത് എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യില്ലേ, നമ്മൾ വളരെയധികം ആഗ്രഹിക്കും അങ്ങോട്ട് ചെല്ലാൻ അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആഗ്രഹം ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കരുത്. എപ്പോഴും നമ്മൾ വളരെ അത്ഭുതത്തോടെ അതിശയത്തോടെ ഓരോ കാര്യങ്ങൾ എവിടെയാണ്, അതെങ്ങനെ കാണാൻ പറ്റും, അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്നിങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. അതാണ് ഈ ഒരു കോട്ടിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാനർ ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാവുന്നതാണ് പിക്ചേഴ്സൊക്കെ. അതിനായിട്ട് malayali.mom.crafts@gmail.com എന്ന് പറഞ്ഞാൽ മെയിൽ ID-യിലോട്ട് അയയ്ക്കുക. അപ്പോൾ 5 പിക്ചേഴ്സൊക്കെ അയക്കാൻ നിങ്ങളുടെ പേര് സഹിതം അയക്കുകയാണെങ്കിൽ ഞാൻ നമ്മുടെ പ്ലാനറിൻ്റെ ഈ ഒരു വീഡിയോയിൽ ആ പിക്ചേഴ്സ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം അയച്ചു തന്നിരുന്ന എല്ലാവരുടെയും പിക്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഈ പ്രാവശ്യം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മെയ് മാസത്തെ പ്ലാനറിൻ്റെ കോട്ട് എന്ന് പറഞ്ഞ പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കളർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മെയിൻ എഴുതിയിട്ടുള്ള പേജും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പേജ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മോള് വരച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏർത്ത് വരച്ചു, അതിൻ്റെ ചുറ്റും ഒരു എയറോപ്ലെയിനും പിന്നെ പാസ്പോർട്ട്, ടിക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം, പടം വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതുപോലത്തെ ഒരുപാട് തീമിലുള്ള പ്ലാനർ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ വരയ്ക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത പേജ് എന്ന് പറയുന്നത് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. നമ്മൾ മെയ് മാസത്തെ കലണ്ടറാണ് ഈ ഒരു പേജിൽ വരച്ചു കൊടുക്കുന്നത്. പെൻസിൽ കൊണ്ട് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവലുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് ഇഷ്ടമുള്ളത് വരയ്ക്കാം. കലണ്ടറിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഈ മാസത്തെ പ്ലാൻസും അതുപോലെ തന്നെ ഈ മാസത്തെ ഗോൾസ് എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ അങ്ങനെ ഈ ഒരു പേജ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. അതായത് ഒരു ദിവസം നമ്മുടെ മൈൻഡ് എങ്ങനെ ഇരിക്കുന്നു, സന്തോഷമാണോ സങ്കടമാണോ ദേഷ്യമാണോ ഇതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു പേജാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 1 മുതൽ 30 ദിവസമാണെങ്കിൽ 30 ദിവസം വരയ്ക്കുക, 31 ആണെങ്കിൽ 31 വരെ എഴുതുക. അതിന് ശേഷം ഓരോ ദിവസവും നമുക്ക് എന്ത് ആണ് നമ്മുടെ ഫീലിംഗ് എന്ന് വെച്ചാൽ അതിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ മൂഡിനുമായിട്ട് ഓരോ കളേഴ്സാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ആ കളേഴ്സ് അനുസരിച്ച് ആ സർക്കിൾസിൽ ആ കളറുകൾ അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതേ അവിടെ താഴ്ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാം കുറച്ച് ഇമോജീസ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഓരോന്നൊക്കെ, അതായത് ഹാപ്പി, സാഡ്, ആംഗ്രി എന്നൊക്കെ. അപ്പോൾ അതിന് ഓരോ കളേഴ്സും കൊടുക്കാം. ഈ ഒരു മൂഡ് ട്രാക്കറിൻ്റെ അടുത്തും നമ്മൾ ട്രാവലുമായി റിലേറ്റഡ് ആയിട്ടൊരു ട്രെയിനിൻ്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പ്ലെയിൻ്റെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാറോ ഇഷ്ടമുള്ളതൊക്കെ ഈ ഒരു പേജിൽ വരയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് പുതിയ എന്തെങ്കിലും ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനുള്ള പേജാണ്. അതായത് പുതിയ ശീലങ്ങൾ വെച്ചാൽ ചിലപ്പോൾ സ്കിൻ കെയർ ആവാം, എക്സസൈസോ, വേഗം ഉറങ്ങണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഡെയിലി ചെയ്യണമെന്നോ, അങ്ങനെ റീഡിങ്, ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഫോം ചെയ്യാനായിട്ടുള്ള പേജാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. നമ്മൾ വരയ്ക്കുന്നത് 31 വരെയുള്ള തീയതികൾക്കായിട്ട് ഓരോ ബോക്സസ് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓരോ കാര്യങ്ങൾക്കായിട്ട്, അതായത് ഇപ്പോൾ സ്കിൻ കെയർ അതുപോലെ എന്ത് കാര്യങ്ങൾക്കും ഓരോ കളേഴ്സ് നമുക്ക് കൊടുക്കാം. ആ കളറ് നമ്മൾ ആ കാര്യം ആ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ ആ ഒരു ബോക്സിൽ കളർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പല വ്യത്യസ്തമായ കളേഴ്സിലായിരിക്കും ഓരോ ബോക്സ് ഉണ്ടായിരിക്കുക. ഇനി ആ ദിവസം ആ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ കളർ ചെയ്യാതിരിക്കുക. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണിത്. ഇനി നമ്മുടെ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത്, കുറച്ച് പേജസ് നമ്മൾ വരയ്ക്കേണ്ടി വരും. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. ഇതിൽ നമ്മൾ ഓരോ ദിവസത്തിനായിട്ട് ഓരോ ബോക്സ് വരയ്ക്കാം, ദിവസവും തീയതിയും അതിലെഴുതാം. അതിനുശേഷം നമുക്ക് അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു സെക്ഷനിൽ എഴുതാം. അപ്പോൾ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ അധികം എഴുതാനൊന്നും ഇല്ല ടു ഡു ലിസ്റ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബോക്സസാണ് വരച്ചിരിക്കുന്നത്. ക്ലാസ്സൊക്കെ തുറക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലിയ ബോക്സസ് വരയ്ക്കാം. കാരണം ഹോംവർക്കും പഠിക്കാനുള്ളതൊക്കെ എഴുതാൻ ഒരുപാട് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബോക്സ് വരയ്ക്കാം. അപ്പം മൂളാകെ ചെറിയ കുറച്ച് ബോക്സസേ വരച്ചിട്ടുള്ളൂ ഇതിൽ. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പേജ്. ഈ ഒരു പേജല്ല, നമ്മൾ ഓരോ ദിവസത്തിനും ആവശ്യത്രയും പേജുകൾ വരച്ച് വെക്കുക. നേരത്തെ കൂട്ടി വരച്ച് വെച്ചാൽ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാനറിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന പിക്ചേഴ്സ് നമുക്ക് കാണാം. ലിയാന, ആൻഡ്രിയ ജിനു, ആൽബിൻ ജിനു, റിസ ഫാത്തിമ, നന്ദന, സഹ്ന, റഹ്മത്ത്, നീതു സതീഷ്, അനൂഷ, സേബ ഹയാം, സനാസ് ക്രിയേറ്റീവ് ഹൈവ്, ഇതൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. ദേവികാസ് ആർട്ട്, ഇതും ഒരു യൂട്യൂബ് ചാനലാണ്. സെസ മെഹ്റിൻ, ആവണി.
അപ്പോൾ നമുക്ക് 15 പേരോളമാണ് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ പിക്ചേഴ്സ് അയച്ചു തന്ന ഒരുപാട് കൂട്ടുകാർക്ക് താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും പിക്ചേഴ്സിന് ഞാൻ വെയിറ്റിംഗ് ആണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.